1960കളുടെ അവസാനം കാലിഫോർണിയയിലെ ജനങ്ങൾ ഭയത്താൽ വിറച്ചു കഴിഞ്ഞിരുന്ന കാലം. തണലുകളിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് പ്രണയിനികളെയും യാത്രക്കാരെയും തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു രൂപം. അവൻ വെറും ഒരു കൊലയാളിയായിരുന്നില്ല, മറിച്ച് പോലീസിനെയും മാധ്യമങ്ങളെയും ഒരുപോലെ കളിയാക്കിയ ഒരു മാസ്റ്റർ മൈൻഡായിരുന്നു. കൊലപാതകങ്ങൾക്ക് ശേഷം അവൻ പത്രം ഓഫീസുകളിലേക്ക് കത്തുകൾ അയച്ചു. ആ കത്തുകളിൽ അവൻ സ്വയം വിശേഷിപ്പിച്ചിരുന്ന പേരായിരുന്നു സോഡിയാക്. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ഡിസംബർ 20 ലേക്ക് ഹെർമൻ റോഡിൽ വെച്ച് ഡേവിഡ് ഫാരഡെ, ബെറ്റി ലൂ ജോൺസൺ എന്നീ രണ്ട് കൗമാരക്കാരെ വെടിവെച്ചു കൊന്നുകൊണ്ടാണ് സോഡിയാക് തന്റെ വേട്ടയാടൽ തുടങ്ങിയത്. തൊട്ടടുത്ത വർഷം ബ്ലൂ റോക്ക് സ്പ്രിങ്സ് പാർക്കിലും സമാനമായ ആക്രമണം നടന്നു. എന്നാൽ ലോകത്തെ ഞെട്ടിച്ചത് ഈ കൊലപാതകങ്ങൾ മാത്രമല്ല, അതിനുശേഷം വന്ന കത്തുകളാണ്. സാൻ ഫ്രാൻസിസ്കോയിലെ പ്രമുഖ പത്രങ്ങളിലേക്ക് അവൻ കത്തുകൾ അയച്ചു. ഓരോ കത്തിലും താൻ ചെയ്ത കൊലപാതകങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ അവൻ നൽകി. ആ കത്തുകൾക്കൊപ്പം അവൻ വിചിത്രമായ ചില കോഡുകളും അയച്ചു. ഇത് ഡീകോഡ് ചെയ്താൽ എന്റെ ഐഡന്റിറ്റി നിങ്ങൾക്ക് ലഭിക്കുമെന്നായിരുന്നു അവന്റെ വെല്ലുവിളി. 1969 സെപ്റ്റംബറിൽ ലേക്ക് ബറിയേസയിൽ നടന്ന ആക്രമണം അതീവ ഭയാനകമായിരുന്നു. മുഖമൂടി ധരിച്ച് നെഞ്ചിൽ തന്റെ ലോഗോ പതിപ്പിച്ച വസ്ത്രവുമായി വന്ന് അവൻ ഒരു ജോഡിയെ ആക്രമിച്ചു. ഇതിനുശേഷം സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു ടാക്സി ഡ്രൈവറായ പോൾ സ്റ്റൈനെ അവൻ വെടിവെച്ചു കൊന്നു. പക്ഷെ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. പോൾ സ്റ്റൈന്റെ രക്തം പുരണ്ട ഷർട്ടിന്റെ ഒരു കഷ്ണം അവൻ പത്രം ഓഫീസിലേക്ക് അയച്ചു. താൻ പറഞ്ഞത് കള്ളമല്ല എന്ന് തെളിയിക്കാനായിരുന്നു ഇത്. ആ രാത്രി ചില ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നതിനാൽ പോലീസിന് അവന്റെ ഒരു സ്കെച്ച് തയ്യാറാക്കാൻ സാധിച്ചു. സോഡിയാക് ആകെ 4 പ്രധാന കോഡുകളാണ് അയച്ചത്. അതിൽ Z408 എന്ന കോഡ് ഒരു അധ്യാപക ദമ്പതികൾ വേഗത്തിൽ കണ്ടെത്തി. അതിലവൻ എഴുതിയത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ആളുകളെ കൊല്ലാൻ ഇഷ്ടമാണ്, കാരണം അത് വനത്തിലെ മൃഗങ്ങളെ വേട്ടയാടുന്നതിനേക്കാൾ രസമാണ്. എന്നാൽ അവന്റെ Z341 എന്ന രണ്ടാമത്തെ കോഡ് തകർക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച ക്രിപ്റ്റോഗ്രാഫർമാർക്ക് പോലും 51 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 2020 ഇത് പൂർണ്ണമായും വായിക്കാൻ സാധിച്ചത്. പക്ഷേ അതും നിരാശയായിരുന്നു ഫലം. അതിൽ അവന്റെ പേരുണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു. അതിൽ പ്രധാനിയായിരുന്നു ആർതർ ലീ അലൻ. സോഡിയാക്കിൻ്റെതിന് സമാനമായ വാച്ചും വസ്ത്രധാരണവും ഇയാൾക്കുണ്ടായിരുന്നു. എന്നാൽ DNA പരിശോധനയിൽ ഇയാൾ കൊലയാളിയാണെന്ന് തെളിയിക്കാൻ സാധിച്ചില്ല. പിന്നീട് പല പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും ഒന്നിനും കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. 5 കൊലപാതകങ്ങൾ പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും താൻ 37 പേരെ കൊന്നിട്ടുണ്ടെന്നാണ് സോഡിയാക് അവകാശപ്പെടുന്നത്. 1970-കൾക്ക് ശേഷം അവനിൽ നിന്ന് കത്തുകൾ വരുന്നതെന്നും അവൻ മരിച്ചോ, അതോ ജയിലിലായോ, അതോ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ? 5 പതിറ്റാണ്ടുകൾക്ക് ശേഷവും സോഡിയാക് എന്നത് അമേരിക്കൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമസ്യയാണ്. ഇന്നും ആ കത്തുകളിലെ ചിഹ്നങ്ങൾ നമ്മെ നോക്കി പരിഹസിക്കും.